ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. RSSനെതിരെ ശബ്ദമുയർത്തുന്ന സിനിമകളെ അടക്കം ബഹിഷ്കരിക്കാനുള്ള ആഹ്വാനങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മലയാള നടനായ നീരജ് മാധവ് അഭിനയിച്ച ആമസോൺ പ്രൈം വെബ് സീരീസായ ദി ഫാമിലി മാനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് RSS മാസികയായ പാഞ്ചജന്യ. വെബ് സീരീസിലെ ചില എപ്പിസോഡുകളിൽ കാശ്മീർ, ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങളിൽ ദേശവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്. സീരീസിലെ ഒരു NIA ഉദ്യോഗസ്ഥയായ കഥാപാത്രം കാശ്മീരിലെ ജനങ്ങളെ ഇന്ത്യ അടിച്ചമർത്തുകയാണ് എന്ന് പറയുന്നുണ്ട് എന്നും തീവ്രവാദികളും ഭരണകൂടവും തമ്മിൽ വ്യത്യാസമില്ലാതെയായി എന്നും പറയുന്നതായി ലേഖനം പറയുന്നു. രാജ്, DK എന്നിവർ സംവിധാനം ചെയ്തിരിക്കുന്ന ഫാമിലി മാൻ തീവ്രവാദം തെറ്റല്ലെന്നും തീവ്രവാദികളാക്കുന്നവരെ ന്യായീകരിക്കുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. 2002 ഗുജറാത്ത് കലാപത്തിനു ശേഷമാണ് ഭീകരവാദം ഉണ്ടായതെന്നാണ് ചിത്രം പറഞ്ഞു വയ്ക്കുന്നത്. കലാപത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടയാൾ ഭീകരവാദിയാവുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ 300-ലധികം ഹിന്ദുക്കൾ കലാപത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും അവരുടെ ആരും തീവ്രവാദികളാകാത്തത് എന്തുകൊണ്ടാണ് എന്നും ലേഖനത്തിൽ ചോദിക്കുന്നു. തീവ്രവാദികൾക്ക് ദയാനുകമ്പ നേടിക്കൊടുക്കുന്ന ഇത്തരം വെബ് സീരീസുകൾക്ക് പിന്നിൽ ഇടതുപക്ഷക്കാരും കോൺഗ്രസ് അനുഭാവികളുമായ നിർമ്മാതാക്കളാണെന്നും കഴിഞ്ഞ 2 വർഷമായി ദേശവിരുദ്ധവും ഹിന്ദു വിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നും ലേഖനം ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.